സൂര്യൻ്റെ ചൂട് നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. അപ്പം അത് തന്നെയാണ് ഇതിനുള്ള മറുപടി. അപ്പോൾ ഇത് പറയണതിന് മുമ്പ് പിന്നെ ഒരു കാര്യം, നമ്മുടെ കൂട്ടുകാർ മെയ്സൺ ചേട്ടന്മാർ ഈ തട്ടിന് ഹോളൊക്കെ അടക്കാൻ നേരത്ത് പൈപ്പ് എല്ലാവരും കൂടി മറ്റേ ചൂലി എങ്ങനെ കെട്ടി വെക്കൂലേ, അതേപോലെ വെച്ചിട്ട് അങ്ങോട്ട് പരിക്കാൻ തേച്ച് കളയരുത് കേട്ടോ. അതൊരു റിക്വസ്റ്റാണേ. അതായത് ചൂലിൻ്റെ മറ്റേ കടയിലിട്ട് കെട്ടൂലേ, അതേപോലെ തന്നെ പൈപ്പ് എല്ലാവരും കൂടി അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് ഇത്രയും പണിയെടുത്തത് വെറുതെ പോവും എല്ലാവരും കൂടി. പിന്നെ പെയിൻറ്റിങ് ചേട്ടന്മാരാണ്. പെയിൻറ്റിങ് ചേട്ടന്മാർ പിന്നെ എല്ലാം ഈ നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ വർക്കും കഴിയുമ്പോൾ നമുക്കൊന്നും കൂടി യു ബോൾട്ടെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ലെവൽ ചെയ്യാവുന്നതാണ്. അതിൽ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ കൽപ്പനിക്കാർ ചേട്ടന്മാരൊന്ന് നമ്മൾ സഹായിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഇതെന്താ ഇങ്ങനെ, കവി എന്താ ഉദ്ദേശിക്കണേന്ന് മനസ്സിലായവർക്ക് കമൻറ്റ് ചെയ്യണേ. വലുതും ചെറുതും ആയിട്ടിങ്ങനെ ഇടകലർത്തി അടിച്ചേക്കണത് എന്തിനാണെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അതിനാരും മറുപടി തരാഞ്ഞതുകൊണ്ടും പിന്നെ ഇങ്ങനെ ഒരു വീട്ടിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം അവർ ഇത്രയും പൈസ മുടക്കി പൈപ്പൊക്കെ മേടിച്ചിട്ടിട്ട് അവസാനം റായിരിക്കണ പോലെ മറ്റേ വളഞ്ഞ് എസ് മോഡലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. നമുക്ക് കാണണം, നമുക്കോ പണിതവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയെങ്കിലും ആർക്കും ഇതേപോലെ സംഭവിക്കാതിരിക്കട്ടെ എന്നോർത്താണ്. അല്ലാതെ ആരെയും ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല കേട്ടോ. കോർണറായതുകൊണ്ട് പിടിച്ച് നടക്കാൻ വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുതേ. ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും, അതായത് സോളാറിൻ്റെ ലൈൻ ക്ലാമ്പ് അടുപ്പിച്ചടിക്കാൻ ഒന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചേക്കണേ. ചെറിയ സാമ്പിളാണേ.